ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഈ വർഷത്തെ SSLC എക്സാമിന് ബയോളജിയിൽ നിന്നും വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത്. ബയോളജി പൊതുവെ എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഈസിയായി മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. നമുക്ക് ഈ ചോദ്യ പേപ്പറിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കാം. 40 മാർക്കിൻ്റെ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള എക്സാമാണ് നിങ്ങൾക്കുള്ളത്. ഇതിലെ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിക്കുന്നതിനും അറിയാവുന്ന ചോദ്യങ്ങൾ ഏതാണെന്നും അതിന് ഏതൊക്കെ പോയിന്റ്സ് എഴുതണമെന്നും തീരുമാനിക്കാനുള്ള സമയമാണ്. ആകെ 4 സെക്ഷൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. സെക്ഷൻ 1-ൽ 1 മാർക്കിൻ്റെ 6 ചോദ്യം, അതിൽ 5 എണ്ണത്തിന് ആൻസർ എഴുതണം. സെക്ഷൻ 2-ൽ 2 മാർക്കിൻ്റെ 7 ചോദ്യങ്ങൾ, അതിൽ 6 ചോദ്യത്തിന് ഉത്തരം എഴുതണം. സെക്ഷൻ C-യിൽ 3 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ്, അതിൽ 5 എണ്ണത്തിന് ആൻസർ എഴുതണം. സെക്ഷൻ 4-ൽ 4 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ്, അതിൽ 2 എണ്ണത്തിന് ആൻസർ എഴുതണം. ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ആകെ 8 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അതിലെ ആദ്യത്തെ ചാപ്റ്ററാണ് അറിയാനും പ്രതികരിക്കാനും. അതിൽ നാഡീകോശം, ന്യൂറോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ന്യൂറോണിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രത്യേകം എടുത്തു പഠിക്കണം. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോഡ്. ഇത് എല്ലാ പരീക്ഷയ്ക്കും ആവർത്തിച്ച് വരുന്ന ഒരു ഭാഗമാണ്. രണ്ടാമതായി മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസും ഡയഗ്രംസ് എല്ലാം വളരെ നന്നായി തന്നെ പഠിച്ചിരിക്കണം. സിനാപ്സിൻ്റെ ഡയഗ്രവും അതിൻ്റെ ഫങ്ഷൻസും നന്നായി പഠിച്ചിരിക്കണം. അതും ആവർത്തിച്ച് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ബ്രെയിനിൻ്റെ സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ് തുടങ്ങിയ എല്ലാ പോർഷൻസും തെറ്റിപ്പോകാതെ തന്നെ പഠിക്കണം. അതിൻ്റെ ഫങ്ഷൻസും നന്നായി പഠിക്കണം. ചിത്രം വരയ്ക്കാനും പഠിക്കണം. സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായി നെർവ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസുകളും ഒരു നല്ല തന്നെ പ്രാധാന്യമുള്ളതാണ്. അൽഷിമോസ് ഡിസീസാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അടുത്തതായി രണ്ടാമത്തെ ചാപ്റ്റർ അറിവിൻ്റെ ജാലകം. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് കണ്ണിൻ്റെ സ്ട്രക്ചറാണ്. അതിൻ്റെ ഡയഗ്രാം നന്നായിട്ട് പഠിക്കണം. ഫങ്ഷൻസും പഠിക്കണം. അതുപോലെ ഫോട്ടോ റിസപ്റ്റർ സെൽസിനെ കുറിച്ച് പഠിക്കണം. റൂട്ട് സെൽസും കോൺ സെൽസും വിത്ത് ഡയഗ്രാമാണ് അത് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതുപോലെ നൈറ്റ് ബ്ലൈൻഡ്നെസ്, കളർ ബ്ലൈൻഡ്നെസ് തുടങ്ങിയ അസുഖങ്ങളെക്കുറിച്ചും നന്നായി പഠിക്കണം. അതുപോലെ കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളായ സെറോഫ്താൽമിയ, കാറ്ററാക്ട്, ഗ്ലൈക്കോമ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവയാണ്. അതുപോലെ സ്ട്രക്ചർ ഓഫ് ഇയറിൻ്റെ ഓരോ പാർട്സും അതിൻ്റെ ഫങ്ഷൻസും പഠിക്കണം. അതുപോലെ ഫോട്ടോ റിസപ്റ്റേഴ്സ് പ്രസന്റ് ഇൻ പ്ലനേറിയ ആൻഡ് ഹൗസ് ഫ്ലൈ. ഈ ടോപ്പിക്കിൽ നിന്ന് 1-2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്തായി ചാപ്റ്റർ 3 സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും ഹോർമോൺസിനെ കുറിച്ചും അവയുടെ ഓവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിക്രീസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. ഇതിൽ തൈറോക്സിൻ്റെ കുറവ് മൂലം ക്രെറ്റിനിസം, മിക്സെഡിമ എന്നീ അസുഖങ്ങളെക്കുറിച്ചും പിന്നെ പ്രൊലാക്റ്റിൻ, വാസോപ്രസിൻ, പാരാതെർമോൺ, കാൽസിറ്റോണിൻ എന്നീ ഹോർമോണുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. അടുത്തത് ഫിറമോൺസ്. പിന്നെ പഠിക്കേണ്ടതാണ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസുകളെ കുറിച്ച്. ഇതിൽ ഓക്സിൻസ്, ഗിബർലിൻസ്, സൈറ്റോകൈനിൻ ഇവയെക്കുറിച്ചെല്ലാം റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടും 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഈ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ചാപ്റ്റർ 4 അകറ്റി നിർത്താം രോഗങ്ങളെ. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഡിസീസുകളെ കുറിച്ചാണ്. പലതരത്തിലുള്ള ഡിസീസുകളായിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസ്, അതിൽ വരുന്ന റാറ്റ് ഫീവർ, ട്യൂബർകുലോസിസ്, ഡിഫ്തീരിയ ഇവയുടെയൊക്കെ രോഗകാരികളെ പലവട്ടം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ വൈറൽ ഡിസീസ്, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ഇതും പലവട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഫംഗൽ ഡിസീസ്, പ്രോട്ടോസോവൻ ഡിസീസ് ആയിട്ടുള്ള മലേറിയ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. ഇതിൻ്റെ മൈക്രോ ഓർഗാനിസം, കോസറ്റീവ് ഓർഗാനിസത്തെ കുറിച്ചൊക്കെ വളരെയധികം നന്നായി പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ ജനറ്റിക് ഡിസീസുകളായിട്ടുള്ള ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് വരുന്ന ഭാഗമാണ്. 1 മാർക്കിൻ്റെയും അതുപോലെ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള ക്യാൻസർ ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് 5ാമത്തെ ചാപ്റ്ററാണ് പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് രോഗപ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സെൽസ്, മോണോസൈറ്റ്, ല്യൂക്കോസൈറ്റ്, ബേസോഫിൽ, ഈസ്നോഫിൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് തെറ്റിപ്പോകാത്ത രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്, ഫാഗോസൈറ്റോസിസ്, ബ്ലഡ് ക്ലോട്ടിംഗ്, ഫീവർ, ഡിഫൻസ് മെക്കാനിസം. നമ്മുടെ ശരീരത്തിൽ നമുക്ക് പനി വരാറുണ്ടല്ലേ, അതെന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ബി ലിംഫോസൈറ്റ്സ്, ടി ലിംഫോസൈറ്റ്സ് ഇവയൊക്കെ തെറ്റിപ്പോകാതെ തന്നെ പഠിക്കണം. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ്, ആൻറ്റിജൻ, ആൻറ്റിബോഡി അവയെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതെല്ലാം ശ്രദ്ധാപൂർവ്വം പഠിച്ചിരിക്കണം. ഡിഫൻസ് മെക്കാനിസം ഇൻ പ്ലാന്റ്സ് ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്.
അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് 6ാമത്തെ ചാപ്റ്റർ ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് RNA, DNA ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ ന്യൂക്ലിയോടൈഡ്, ഇത് ചിത്രം അടക്കം തന്നെ പഠിച്ചിരിക്കണം. അതുപോലെ പ്രോട്ടീൻ സിന്തസിസ്, ജനറ്റിക് മേക്കപ്പ്, ക്രോമസോം നമ്പർ കൂടിക്കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡിഫക്ട്സുകൾ എന്തൊക്കെയാണ്, അതൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ്, ക്രോമസോം നമ്പറുകൾ വെച്ചിട്ട് അതെല്ലാം ചിത്രം അടക്കമാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നന്നായി പഠിക്കണം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 ആണ്, നാളെയുടെ ജനിതകം. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ജനറ്റിക് എഞ്ചിനീയറിംഗ്, ഇൻസുലിൻ പ്രൊഡക്ഷൻ, അത് ചിത്രം അടക്കം തന്നെ നിങ്ങൾ പഠിക്കണം. ജീൻ തെറാപ്പി, ജീൻ മാപ്പിംഗ്, DNA പ്രൊഫൈലിംഗ്, DNA ഫിംഗർ പ്രിൻറ്റിംഗ്, ഇതെല്ലാം 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആയിട്ട് ആവർത്തിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും ഈ ചാപ്റ്ററും നന്നായി പഠിക്കണം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജീവൻ പിന്നിട്ട പാതകൾ. ഈ ചാപ്റ്ററിൽ ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ പലതരം ഹൈപ്പോതിസിസുകൾ അല്ലെങ്കിൽ തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ തിയറികളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണം. പാൻസ്മറിയ ഹൈപ്പോതിസിസ്, കെമിക്കൽ ഇവല്യൂഷൻ തിയറി, യൂറി മില്ലർ, പാരിൻ, അതൊക്കെ ആ ചിത്രങ്ങളടക്കം തന്നെ ഈ തിയറീസ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, ഡാർവിൻ്റെ, അതും നന്നായി പഠിച്ചിരിക്കണം. അതെല്ലാം നമുക്ക് ചിത്രങ്ങളടക്കമാണ് ഇതെല്ലാം ചോദിക്കാറുള്ളത്. ഹോമോലോഗസ് ഓർഗൻസ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഈ ടോപ്പിക്കും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. എല്ലാ കുട്ടികളും നന്നായി പഠിക്കണം. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടാവുന്നത്ര ചെയ്ത് നോക്കുക. കഴിഞ്ഞ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ.